ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ. എങ്ങനെയാണ് ഈ കേസിനാസ്പദമായ ഒരു വിഷയം ഉണ്ടായെന്ന് നോക്കിയാൽ നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ 2006 ശബരിമലയിൽ നടന്ന ഒരു ദേവപ്രശ്നത്തിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. ആ ദേവപ്രശ്നത്തിൽ നമുക്കറിയാം പല കാര്യങ്ങളും പുറത്തേക്ക് വന്നു. അതിൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന പല വിഷയങ്ങളും, അതിൽ പരാമർശിക്കപ്പെട്ട പല വിഷയങ്ങളും അത് സത്യമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് പോലും നമ്മൾ ചിന്തിപ്പിക്കുന്ന ചില വിഷയങ്ങളാണ് അതിനകത്ത് ഉള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം, അന്ന് പത്രങ്ങളൊക്കെ വായിച്ചവർക്കൊക്കെ അറിയാം. അതായത് അയ്യപ്പൻ്റെ ഈ പറഞ്ഞ യുവതി പ്രവേശം നിലനിൽക്കുന്ന സമയത്ത് പോലും യുവതിയോടെ പ്രവേശിച്ചെന്നും അയ്യപ്പനെ സ്പർശിച്ചു എന്നും ഒക്കെയാണ് അന്ന് ദേവപ്രശ്നത്തിൽ കണ്ടത്. അപ്പോൾ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം എന്ന പോലെ തന്നെ അപ്പോൾ തന്നെ കർണാടകയിലെ ഒരു യുവതി പറഞ്ഞു, ഞാനാണ്, ജയമാല എന്നാണ് ആ സ്ത്രീയുടെ പേര്, നമ്മൾ അറിഞ്ഞിരിക്കണം. അവർ പിന്നീട് MLC ഒക്കെ ആയി. അവർ പറയുന്നു ഞാനാണ് ആ സ്ത്രീ എന്ന് അവർ ഉടനെ തന്നെ അവകാശപ്പെടുകയും അങ്ങനെ വളരെ വിവാദമായ പ്രശ്നമുണ്ടായും അതിനെ പരിഹാരക്രിയ ചെയ്യണം എന്നുള്ള പ്രശ്നത്തിൽ കണ്ടതോടുകൂടി പരിഹാരക്രിയ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആ പ്രശ്നവിധിയിൽ വേറെ പല പല വിഷയമുണ്ട്. ഇപ്പോൾ തിരുവാഭരണത്തിൻ്റെ വിഷയം തന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. ഇത് കൂടാതെ പന്തളം കൊട്ടാരമാണ്. പന്തളം കൊട്ടാരം ത്തിനെതിരെ ചില പരാമർശങ്ങൾ ഈ പറഞ്ഞ ദേവപ്രശ്നത്തിൽ വരികയും അതൊക്കെ ഗൂഢാലോചനയുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഗൂഢാലോചനയാണ് ഇതെല്ലാം. നമുക്ക് ഇത് ശരിക്കും സസൂക്ഷ്മം വീക്ഷിച്ച് നമുക്ക് മനസ്സിലാകും ആ ദേവപ്രശ്നത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ മതേതര ശക്തികളാണ്. മതേതരർ എന്ന് പറയുന്ന സ്യൂഡോ സെക്കുലറിസ്റ്റ്, ക്ഷേത്രവിശ്വാസികളല്ലാത്തവർ, തീർത്തും രാഷ്ട്രീയം മാത്രം ഉന്നം വെക്കുന്നവർ, ശബരിമലയിലെയും മറ്റു ക്ഷേത്രങ്ങളിൽ സ്വത്ത് മാത്രം നോക്കിക്കാണുന്നവർ, ഹിന്ദു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യേണ്ടവർ, ഇവരെല്ലാം കൂടെ ചെയ്ത ചില പ്രവർത്തന ഫലമാണ് ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും മൊത്തത്തിൽ. എന്തായാലും അത്തരത്തില് പന്തളം കൊട്ടാരത്തിന്റെ അവകാശങ്ങളെ പോലും ചോദ്യം ചെയ്യുന്ന വിഷയം ഉണ്ടായിരുന്നു. അവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ അനുകൂലമായ വിധി വരാഞ്ഞിട്ട് സുപ്രീം കോടതി സമീപിച്ചിരുന്നു. സുപ്രീം കോടതി പരിഗണന ആ വിഷയം ഇരിക്കുകയാണ്. അങ്ങനെ 2006 ഈ പറഞ്ഞ ദേവപ്രശ്നത്തിൽ ധാരാളം പ്രശ്നങ്ങൾ, ഒരു പ്രശ്നം തന്നെ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് നമ്മൾ സാധാരണ ദേവപ്രശ്നത്തിൽ നമുക്ക് പരിഹാരമാണ് കാണുന്നതെങ്കിൽ ഈ ദേവപ്രശ്നത്തിൽ ധാരാളം പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നുള്ളത് വളരെ സസൂക്ഷ്മം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെയും തുടക്കം അവിടെയാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, അജണ്ട എന്നുള്ളത് ഈ ദേവപ്രശ്നത്തിൽ കാണുകയും ഉടൻ ഒരാളത് ഞാനാണെന്ന് പറയുകയും ഒക്കെ ചെയ്ത് കൂടാതെ ഏതാണ്ട് അത് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഡൽഹിയിലുള്ള അത് വാർത്തയായിരുന്നെങ്കിൽ അത് വേണ്ട പ്രാധാന്യത്തോടെ, കാരണം ഒരു ചെറിയ പ്രശ്നം അല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ സാധിക്കുന്നതാണ്, ഒരു പരിഹാരക്രിയയിലൂടെ ഇല്ലാതാകുന്ന പ്രശ്നമാണെന്നുള്ള രീതിയിലൊക്കെ കേരളത്തിലെ പൊതുസമൂഹം അല്ലെങ്കിൽ ഹൈന്ദവ സമാജം കണ്ടപ്പോഴും ഡൽഹിയിൽ നാഷണൽ മീഡിയ അത് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് 2006 ജൂൺ മാസത്തിലാണെന്ന് എൻ്റെ ഓർമ്മ, 3 പത്രങ്ങളിൽ ഒരേ ദിവസം 3 ലേഖനങ്ങൾ വരികയാണ്. 3 പേര്, നമ്മുടെ ബർഖാദത്ത് അങ്ങനെ തുടങ്ങിയ 2-3 ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ബർഖാദത്ത് എഴുതിയത്. അതുപോലെ മറ്റ് 2 എഴുത്തുകാർ ഇംഗ്ലീഷ് മീഡിയ പത്രങ്ങളിൽ, ദിനപത്രങ്ങളിൽ ഈ വിഷയം എഴുതുകയാണ്. എന്താണ് അതിൻ്റെ വിഷയം? അതിൻ്റെ ഹെഡിങ് ഇന്നും ഇന്റർനെറ്റ് സെർച്ച് നമുക്കതൊക്കെ കാണാൻ സാധിക്കും. അതായത് കേരളത്തിലൊരു ക്ഷേത്രമുണ്ട്, ശബരിമല എന്നുള്ള ക്ഷേത്രം. അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല എന്ന് പറയും, അല്ലാതെ യുവതികളെ പ്രവേശിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്ന ചില നിയന്ത്രണങ്ങളുണ്ട്, അതൊന്നുമല്ല അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളത് 1. 2, അവർ വളരെ വലിയ ആരോപണമായിട്ട് പറയുന്നത് അവിടെ ഒരു സ്ത്രീ പ്രവേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പരിഹാരക്രിയ നടത്തി. അതായത് സ്ത്രീയെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് അത്തരം ഒരു പരിഹാരക്രിയ, അത് അനുവദിക്കാൻ പാടില്ല. ഭാരതത്തിലെ ഭരണഘടന പ്രകാരം സ്ത്രീക്കും പുരുഷനും ഒരേ അവകാശമാണ്, തുല്യ അവകാശമാണുള്ളത്, ആ അവകാശം സ്ഥാപിക്കപ്പെടണം എന്ന് തുടങ്ങി വളരെ മോശമായ രീതിയിൽ. ഇത് മാത്രമല്ല, പല പല വിഷയങ്ങളുണ്ട്. അതായത് കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും മാസമുറ സമയത്ത് സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല തുടങ്ങി ധാരാളം വിഷയങ്ങൾ. അതായത് ഹിന്ദുക്കളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം ഓരോന്നായിട്ട് ചകഞ്ഞെടുത്ത് അതിനെ എങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാന്നുള്ള വിധത്തിൽ എഴുതിയ ലേഖനങ്ങൾ ഏതാണ്ട് ഒരേപോലെ, ഈ 3 ലേഖനങ്ങളും ഒരുപോലെയാണ്. അതിനുശേഷം പിന്നീട് വീക്ക് എന്നുള്ള ഇംഗ്ലീഷ് മാസികയിലും 3 പേര് ഒരു ഇതുപോലെ ലേഖനം എഴുതിയിരുന്നു. അങ്ങനെ ഈ ഇംഗ്ലീഷ് പത്രമാധ്യമങ്ങളിൽ ഇത് പ്രചരിപ്പിച്ചു. തൊട്ടടുത്ത് തന്നെ ഡൽഹിയിലെ ഒരു ഫോർമേഷൻ, ഒരു അഡ്വക്കേറ്റന്മാരുടെ സംഘടന രൂപീകൃതമാണ്. അതിൻ്റെ പേരാണ് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ. നൌഷാദ് എന്നൊരു മുസ്ലിം ആണ്, ഒരു അഡ്വക്കേറ്റാണ് അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള സ്ഥാപകൻ.
അദ്ദേഹം ഇത് സ്ഥാപിച്ചു. അവിടെ 4-5 ഹിന്ദു വനിതകളായ അഡ്വക്കേറ്റ് ആയിട്ടുള്ള വനിതകളെ ആ പ്രസ്ഥാനത്തിലെടുക്കുകയും അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ഞാൻ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുന്നതിന് കൃത്യതയോടുകൂടി ഞാൻ പറയുന്നത്, അത് ഞാൻ പിന്നീട് പറയാം എന്താ സംഭവിച്ചെന്നുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു പെറ്റീഷൻ കൊടുത്തു. പക്ഷേ അന്ന് പ്രസിഡൻ്റായിട്ടുള്ള ഈ നൗഷാദ് അതിൽ നിന്ന് മാറി നിന്നു. കാരണം മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ, ആരാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് മറ്റുള്ള ആർക്കും മനസ്സിലാകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, ഈ സംഘടന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഭക്തി പർസീജ എന്നുള്ള അഡ്വക്കേറ്റ് ആണ് കേസ് ഫയൽ ചെയ്യുന്നത്. അതിനോടൊപ്പം പ്രേരണകുമാരി തുടങ്ങിയ വേറെ 4 വനിതാ അഡ്വക്കേറ്റുമാരും കൂടെ കേസ് ഫയൽ ചെയ്തു. അങ്ങനെ 5 വനിതാ അഡ്വക്കേറ്റുമാർ ചേർന്നാണ് കേസ് ഫയൽ ചെയ്യുന്നത്. ഈ സംഘടനയുടെ പേരിലാണ് കേസ്. അതിനകത്ത് ഈ വിഷയങ്ങളാണ് നമ്മളീ പറഞ്ഞ ദേവപ്രശ്നത്തിലെ വിഷയവും പിന്നീട് പത്രമാധ്യമങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളും എല്ലാം ചേർത്തുകൊണ്ട് പ്രധാനമായിട്ട് കോട്ട് ചെയ്യുന്നത് പത്രത്തിൽ വന്ന വാർത്ത തന്നെയാണ്. ഇത്തരത്തിലൊരു ഇംഗ്ലീഷ് മീഡിയയിൽ ഇന്ന വാർത്ത വന്നു, അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നുള്ള രീതിയിലാണ്. അത് സുപ്രീം കോടതി എടുത്തു. പക്ഷേ സുപ്രീം കോടതിക്ക് മനസ്സിലായി ഈ വിശ്വാസ വിഷയങ്ങളാണ്, അതുകൊണ്ട് അത് ഈ സമയത്ത് അത് പരിഗണിക്കേണ്ടതല്ല, തൽക്കാലം മാറ്റിവെക്കാന്നുള്ള രീതിയിൽ മാറ്റിവെക്കപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം നമുക്കറിയാം 2014 മോഡിജി സർക്കാർ വന്നപ്പോൾ ഈ എവിടെല്ലാം മറിഞ്ഞിരുന്ന ശക്തികളുണ്ടോ അവരെല്ലാം ചാടി വീഴുന്നൊരു സമയമായിരുന്നു. അതുവരെ കേൾക്കാത്ത പുതിയ പുതിയ വാദമുഖങ്ങൾ, ഹിന്ദുക്കൾ എന്തോ മറ്റ് അന്യഗ്രഹത്തിൽ നിന്ന ജീവിയാണ്, ഭാരതത്തിൻ്റെ അവകാശികളല്ല അവർ, അതല്ലെങ്കിൽ BJP സർക്കാർ ഭാരതത്തിൽ വന്നത് ഭാരത് നശിപ്പിക്കാനാണെന്നുള്ള തരത്തിലേക്ക് ധാരാളം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നവർ. അത് നമുക്കൊരു അസഹിഷ്ണുതാവാദം, ഈ സഹിഷ്ണുത എന്നൊരു പദം ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെട്ട ഒരു സമയമായിരുന്നു. അതിനു മുമ്പ് നമ്മൾക്കറിയാം അവസരോചിതമായിട്ട് മാത്രം ഉപയോഗിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇത് ദൈനംദിനമായിട്ട് പത്രമാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു അസഹിഷ്ണുത. ഇതാണ് പറയുന്നത്, ഹിന്ദുക്കൾക്ക് അസഹിഷ്ണുതയാണ്. അതിനകത്ത് ധാരാളം പ്രശ്നങ്ങൾ അങ്ങനെ വന്നു. അങ്ങനെ ആ വന്ന കൂട്ടത്തിലാണ് ഇതിനെയും പൊക്കിയെടുത്ത് വീണ്ടും കൊണ്ടുവരികയും അങ്ങനെ ഈ വാദം അവിടെ തുടരുകയും ചെയ്യുന്നത്. ആദ്യ ദിവസം തന്നെ ഈ വാദം 2014 എടുത്തപ്പോൾ തന്നെ ഈ ജഡ്ജിമാർ വളരെ മോശമായ ചില പരാമർശങ്ങളാണ് നടത്തിയത്. എനിക്കിന്നും അത് ഓർമ്മയുണ്ട്. ഞാൻ മുമ്പ് തന്നെ ഇത് അറിഞ്ഞ് ഈ ഇതിൻ്റെ ഫയലിൻ്റെ കോപ്പി, പെറ്റീഷൻ്റെ കോപ്പി ഞാൻ വരുത്തി മൊത്തം പഠിച്ച ഒരാളാണ്. അപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായത്. ആ പെറ്റീഷൻ്റെ ഉള്ളിൽ 1-2 കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതായത് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ കൊടുത്ത പെറ്റീഷൻ്റെ അതിനെ പിന്താങ്ങിക്കൊണ്ട് ആ കേസിൽ കക്ഷി ചേർന്ന പലരുമുണ്ട്. 2 പേരെ നിങ്ങൾക്കറിയാം. അവർ ആരാണെന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും എന്ത് മോശമായിട്ടുള്ള ആളുകളാണ് ഇവർ, അല്ലെങ്കിൽ ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഈ കക്ഷി ചേർന്ന 2 പേരുടെ പേര് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഒന്ന് ഭൂമാതാ മൂവ്മെന്റ്, തൃപ്തി ദേശായി. നമുക്കൊക്കെ ശബരിമലയായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ഒരിക്കലും മറക്കാത്തൊരു പേരാണ്. അല്ലെങ്കിൽ ശബരിമല മാത്രമല്ല, വിശ്വാസ സമൂഹം, അത് ഹിന്ദുക്കളുടെ മാത്രമല്ല ഏത് വിശ്വാസ സമൂഹത്തിലുള്ളവർക്കും എപ്പോഴും പറയാനുണ്ടാകുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ദുരൂഹ പ്രവർത്തിക്കുന്ന ഈ തൃപ്തി ദേശായി. ഈ തൃപ്തി ദേശായിയുടെ സംഘടനയാണ് ഭൂമാതാ മൂവ്മെന്റ്. അവരാണ് കക്ഷി ചേർന്നേക്ക് ഒന്ന്. അത് യുവതിയെ പ്രവേശിപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മെൻസ്ട്രേഷൻ്റെ വിഷയമായാലും ശരി, അല്ലെങ്കിൽ കാലാകാലങ്ങളെ നിലനിൽക്കുന്ന പല ആചാരങ്ങളും ഒക്കെ ഭാരതത്തിൻ്റെ ഭരണഘടനാ വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞു. 3-ാമത്തെ ആള്, അതും നിങ്ങൾ കേട്ട് കാണും, ഹാപ്പി ടു ബ്ലീഡ് എന്ന സംഘടനയാണ്. ഹാപ്പി ടു ബ്ലീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ അതിനകത്ത് വിശദീകരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് രക്തം വാരാൻ അല്ല വാർന്നൊഴുകാനായിട്ട് സന്തോഷമുണ്ട്. എവിടെയാണ്? ക്ഷേത്രങ്ങളിൽ. അപ്പോൾ അവർ അത്തരം ഒരു എന്താ പറയുക, സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും ഒരു സഭ്യമായ സമൂഹത്തിന് ചേരാത്ത തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകളാണ് ഇതിൻ്റെ കൂടെ നിന്നിരുന്നതെന്ന് പോലും പലപ്പോഴും പല ശക്തികളും, ഈ യുവതി പ്രവേശനം നല്ല കാര്യമാണ്, അത് ഭരണഘടനയ്ക്ക് അനുകൂലമാകട്ടെ, അല്ലെങ്കിൽ ഒരു പുരോഗമന ചിന്തയിൽ അത് വേണമെന്ന് പോലും പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള പലര് പോലും ഇതൊന്നും കണക്കാക്കിയില്ല. ഇതിൻ്റെ കൂടെ നിൽക്കുന്നവരാരാന്നൊന്നും അവർ പരിഗണിച്ചില്ല. കാരണം അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ഈ വിഷയങ്ങൾ വന്നപ്പോൾ കേരളത്തിൽ ദേവസ്വം ബോർഡ് പ്രതികരിച്ചത് എന്താണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവർ മാറിയും മറിഞ്ഞു നിന്നു. അതായത് കേരളത്തിലൊന്ന് പറയും, സുപ്രീം കോടതിയിൽ വേറൊന്ന് പറയും. ഈ അടുത്ത കാലത്ത് ഞാൻ ഈ പറഞ്ഞ ഈ നമ്മുടെ മറ്റൊരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, പന്തളം കൊട്ടാരത്തിൻ്റെ തിരുവാഭരണത്തിൻ്റെ വിഷയത്തിലും ഇന്നൊരു കേസ് അവിടെ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ വിഷയത്തിലും ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു കോവിഡ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള മാസങ്ങളിൽ ഈ കോടതി വീണ്ടും ഈ കേസിൻ്റെ പരിഗണനയിൽ ചോദിച്ചപ്പോൾ അവിടുത്തെ കോടതിയിൽ അഡ്വക്കേറ്റ് പറഞ്ഞ ഒന്ന്, ഇവിടെ ദേവസ്വം മന്ത്രി പറഞ്ഞ നേരെ വിരുദ്ധമായിട്ട്. ദേവസ്വം മന്ത്രി ഭക്തജനങ്ങൾക്ക് അനുകൂലമായിട്ടൊരു നിലപാടാണ് ഞങ്ങളുടെ എന്ന് പറയുകയും, എന്നാൽ ഈ ദേവസ്വത്തിനെയും കേരള സർക്കാരിനെയും പ്രതിനിധീകരിച്ചിട്ടുള്ള വക്കീല് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്.
ഈ ശബരിമല തിരുവാഭരണത്തെ സംബന്ധിച്ച്. അത് ശബരിമല ഈ വിഷയത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അത് കോടതിയുടെ പരാമർശമൊക്കെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ കോടതി ഒന്നും അത് കണ്ടില്ല. ഈ മാറി മറിഞ്ഞിട്ടുള്ള ഇവരുടെ പ്രതികരണങ്ങളൊന്നും കോടതി വേണ്ടത് ശ്രദ്ധിച്ചില്ല. എന്തായാലും ആ കേസ് അങ്ങനെ മുന്നോട്ട് വന്നു. അപ്പോൾ ഈ ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞ പോലെ കോടതിയുടെ പരാമർശം വളരെ മോശമായിരുന്നു. അതായത് യുവതിയിൽ പ്രവേശിച്ചാൽ അയ്യപ്പനെന്താ എഴുന്നേറ്റ് പോകുമോ തുടങ്ങിയ വളരെ മോശമായ പരാമർശങ്ങൾ വരും. നമ്മളത് ശക്തമായിട്ട് അന്ന് തന്നെ പ്രതികരിച്ചതാണ്. അതായത് വിശ്വാസങ്ങളുടെ ശാസ്ത്രീയത മനസ്സിലാക്കാതെയാണ് ഈ ജഡ്ജിമാർ ഇതൊക്കെ പരാമർശിക്കേണ്ടത്. കാരണം ജഡ്ജിമാർ കോൺസ്റ്റിറ്റ്യൂഷണൽ പണ്ഡിതന്മാരായിരിക്കാം, പക്ഷേ ഈ ഈശ്വര വിശ്വാസത്തിന്റെ കാര്യത്തിൽ, ക്ഷേത്ര വിശ്വാസങ്ങളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഹൈന്ദവ പ്രമാണങ്ങളുടെ കാര്യത്തിൽ അവർക്ക് പാണ്ഡിത്യം ഉണ്ടെന്ന് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ആരും അംഗീകരിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ളവർ അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇത്തരം വളരെ മോശമായ പരാമർശങ്ങൾ നടത്താതിരിക്കുകയാണ് നല്ലതെന്നുള്ള കാര്യം അന്ന് തന്നെ നമ്മൾ പ്രസ്താവനകൾ വഴി ഇറക്കിയിരുന്നു. എന്തായാലും പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കേരളത്തെ നമുക്കറിയാം, ഈ വിഷയത്തിൽ വേണ്ട ഗൗരവത്തിൽ ചിലരെടുത്തെങ്കിലും വേണ്ട ഗൗരവത്തിൽ മറ്റു പലരും എടുത്തില്ല. സർക്കാരുകൾ എപ്പോഴും നമുക്കെതിരായിരുന്നു. അങ്ങനെ കേസ് മുന്നോട്ട് പോയി. നമ്മുടെ പല സംഘടനകളും കക്ഷി ചേർന്നു. എങ്കിലും ഈ വിമത വിഭാഗം വളരെ ശക്തമായ രീതിയിൽ വാദിക്കുകയും അന്ന് കോടതിയിൽ ഈ കേസ് കൈകാര്യം ചെയ്ത ജഡ്ജിമാരുടെ മുന്നിലേക്ക് വിവിധങ്ങളായ വിഷയങ്ങൾ കൊണ്ടുവന്ന് അവിടെ വേണ്ടതിനുള്ള, അതായത് നമുക്ക് ഏത് കാര്യമാണോ ജയിക്കാൻ സാധിക്കുന്നത് ആ കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ ഊന്നുന്ന തരത്തിലാകാതെ നോക്കിയതൊക്കെ ഈ കഴിഞ്ഞ കേരള സർക്കാരും ഈ ഇടതുപക്ഷ പാർട്ടിയും അതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡുമാണ് ചെയ്തത്. അത് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ അവർക്ക് അവിടെ ഒരു അപ്രമാദിത്യം ഉണ്ടാവുകയും അങ്ങനെയാണ് കേസിന് അനുകൂലമായിട്ട്, അവർക്ക് അനുകൂലമായിട്ടും നമുക്ക് ഭക്തജനങ്ങൾക്കെതിരായിട്ടും വിധി 2018 സെപ്റ്റംബർ മാസം 28 വരികയാണ്. പക്ഷെ ആ വിധി വന്നതിന് ശേഷം നമുക്കറിയാം എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ ഞാനീ പറഞ്ഞ ആ വിധിയിൽ യുവതി പ്രവേശം മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുപ്രധാനമായ വിഷയങ്ങൾ, അതായത് ക്ഷേത്രങ്ങളുടെ, ശബരിമല മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളുടെയും ദേവീദേവന്മാരുടെ അവകാശം ഇല്ലാതാകുന്നു. എല്ലാ ക്ഷേത്രങ്ങളും പൊതുസ്ഥലമായി മാറുന്നു. തന്ത്രിയും ദേവനും ദേവിയുമായിട്ടുള്ള ബന്ധങ്ങൾ ഇല്ലാതാവുന്നു. കൂടാതെ ഞാനീ പറഞ്ഞ ഈ ഹിന്ദു പ്ലേസ് ഓഫ് പബ്ലിക് വർഷിപ്പിലെ ആക്ട് സെക്ഷൻ 3B ഇല്ലാതാകുന്നു. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നടന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിന് ഈ രണ്ട് തരത്തിലാണ് നമ്മൾ എടുത്തത്. ഒന്ന്, ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും കോടതിയിൽ വിജയിച്ചേ മതിയാവും. അതിനുവേണ്ടി കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണൽ മാത്രം പോരാ. നമുക്കറിയാം ജഡ്ജിമാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പെർട്സ് ആണെങ്കിലും അവർ റിലീജിയസ് കാര്യത്തിൽ എക്സ്പെർട്സ് അല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും റിലീജിയസ് കാര്യങ്ങൾ നമ്മൾ തന്നെ കൃത്യമായിട്ടുള്ള രേഖകളൊക്കെ അടിസ്ഥാനപ്പെടുത്തി അവിടെ കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. കാരണം ആദ്യത്തെ കേസിൽ പരാമർശിക്കപ്പെട്ട വിധിയിൽ പറഞ്ഞ ഒരു വിഷയം സ്ക്രിപ്ചറൽ എവിഡൻസ്, അതായത് എഴുതപ്പെട്ട രേഖകൾ വേണ്ട തരത്തിൽ അവിടെ കൊടുത്തില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള രേഖകൾ കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ അത് റിലീജിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ മൊത്തം പണ്ഡിതന്മാരുമായിട്ടൊക്കെ ആലോചിച്ച് എവിടെ നിന്നൊക്കെ കിട്ടാമോ അതെല്ലാം സ്വരൂപിക്കുക ഒരു വഴി. രണ്ടാമത് കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പേർട്സുമായിട്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് എവിടൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ കേസ് നമുക്ക് പരാജയം ഉണ്ടായതെന്നും അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതുമായിരുന്നു. ഈ രണ്ടു വിഷയം നമ്മൾ ഒന്നിച്ച് കണ്ടു. അവിടെ സുപ്രധാനമായ ഒരു വിഷയം കൂടി എനിക്ക് പറയാനുണ്ട്. കാരണം നമ്മൾ റിവ്യൂ പെറ്റീഷനാണ് ആദ്യം കൊടുത്തത്, അറിയാമായിരിക്കുമല്ലോ. ധാരാളം പേര് കൊടുത്തു. 63 പേരോളം പല തവണയായിട്ട് റിവ്യൂ പെറ്റീഷൻ കൊടുത്തു. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളോടൊപ്പമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് ബഹുഭൂരിപക്ഷം വരുന്ന 50-ൽ പരം റിവ്യൂ പെറ്റീഷനുകളും ഈ കേസിനെ തോൽപ്പിക്കാൻ വേണ്ടി നമുക്കെതിരെ നിൽക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. എപ്പോഴും നമുക്കറിയാം, നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾക്കാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കാൻ പറ്റുക. എതിർവശത്ത് നിൽക്കുന്ന ഒരാളുടെ കാട്ടിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് നമ്മളെ ഇല്ലാതാക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കി ഇത്തരം ഗൂഢതന്ത്രങ്ങൾ സുപ്രീം കോടതിയിലെ പല കേസുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ ലവ് ജിഹാദിന്റെ കേസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എണ്ണത്തിൽ നമ്മൾ വിശ്വസിക്കരുത്. നമ്മൾ വിചാരിക്കും 63 കേസുണ്ട്, ഇത്രയും പേര് ഇതിന്. അങ്ങനല്ല. അതിലെ ബഹുഭൂരിപക്ഷം ആളുകളും നമ്മളോടൊപ്പമാണെന്ന് കാണിച്ചുകൊണ്ട് അവരുടെ ചില പ്രത്യേക താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്രതിലോമ ശക്തികളിൽ നിന്നും പണവും മറ്റ് പ്രലോഭനങ്ങളിലൊക്കെ വഴിപ്പെട്ടുകൊണ്ട് നമ്മളെ അല്ലെങ്കിൽ സമാജത്തിനെ ഹൈന്ദവ സമാജത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ്. ആനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ.